ഞങ്ങളല്ലേ ഇപ്പൊ മുടിയും കൊണ്ട് നടക്കുന്നത്? ഞങ്ങളല്ലേ മുടിയും കൊണ്ട് നടക്കുന്നത്? ഞങ്ങളല്ലേ മുടിപ്പള്ളിക്ക് 40 കോടി ചെലവാക്കാൻ പോകുന്നത്? ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിക്ക് പ്രാധാന്യമുണ്ട്. അവിടുത്തെ വിയർപ്പിന് സുഗന്ധമുണ്ട്. അവിടുത്തെ വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. അവിടുന്ന് വുളൂ ചെയ്യുമ്പോൾ ഇറ്റി വീണ വെള്ളത്തിന് പ്രാധാന്യമുണ്ട്. അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ കൊണ്ട് നടക്കുന്ന മുടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയല്ല. അതാരുടെ മുടിയാണെന്ന് അമ്പലക്കടവ് ഫൈസി അതാ പറഞ്ഞിട്ടില്ലേ മുമ്പ്? അതാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സ്വന്തം മുടിയാണെന്ന് പണ്ട് പറഞ്ഞു. ഇപ്പോൾ ഇതാ പറയുന്നു വേറൊരു മുടിയെന്ന്. ആ മുടിയെക്കുറിച്ചും നിങ്ങൾ തന്നെ പറയുന്നു കേട്ടോ. തിരുനബി കേശം ആധികാരികത പരിശോധിക്കണം. ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് മുജാഹിദല്ല പറയുന്നത്. നിങ്ങൾ കൊണ്ട് നടക്കുന്ന മുടികളൊക്കെ പരിശോധിക്കണം എന്ന് പറയുന്നു. മാത്രമല്ല അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്നും പലരും അതാ പല കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടു നടക്കുകയാണെന്ന് കൃത്യമായി എഴുതിയിരിക്കുന്നു. കേട്ടോളൂ. ഇദ്ദേഹം ഇതിൽ പറയുന്നത് എന്താ? ശരിക്ക് കേട്ടോ. നേരത്തെ പ്രവാചകന്റെ തിരുകേശം തങ്ങളുടെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വാദിക്കുകയും അതിന്റെ പേരിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നതിനിടെ വ്യക്തമായ സനദ് പരിശോധിക്കാനായി ഉത്തരവാദപ്പെട്ടവർക്ക് നേരെ വെല്ലുവിളികൾ ഉയർന്നപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. അത് വിലപ്പോവില്ലെന്ന് കണ്ടപ്പോഴാണ് പുതിയ കേശവുമായി ഇവർ രംഗത്തെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ആധികാരികത പരിശോധിക്കണം, ആത്മീയ തട്ടിപ്പ് കരുതലോടെ കാണണമെന്നും അതിൽ വിശ്വാസികൾ വഞ്ചിതരാവരുതെന്നും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി മുജാഹിദല്ല എഴുതുന്നത്. അപ്പോ നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടോ? ഇല്ല. ഇയാള് തന്നെ പറയാണ് ഇത് പരിശോധിക്കണം. അപ്പോഴാവട്ടെ കാന്തപുരം വിഭാഗക്കാരൻ എന്താ മറുപടി കൊടുക്കുന്നത്? ഖുർആൻ കിട്ടിയ സനദ് പോലെ പവിത്രമാണ് പോലും. ഖുർആനില്ലേ നമ്മുടെ കയ്യിൽ? അതെത്രത്തോളം സത്യമാണ്? അത് കിട്ടിയ പരമ്പര ഏതാണ്? അള്ളാന്റെ ഒപ്പുണ്ടോ അതിൽ? റസൂലുള്ളാന്റെ ഒപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇയാൾ ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? ഈ എഴുത്തുകാരന് സ്ഥാപിക്കാനാണ് ഇതൊക്കെ ചോദിക്കുന്നത്. എന്ത് സ്ഥാപിക്കാൻ? മർക്കസിലുള്ള മുടി അതാ ശരിക്കുള്ള മുടിയാണ്. ഏതുപോലെ മർക്കസിലും എല്ലാവരുടെ കയ്യിലുമുള്ള ഖുർആൻ ശരിയായ ഖുർആനാണെന്നതുപോലെ മർക്കസിലുള്ള തിരുമുടി എന്ന് പറയുന്ന മുടിയതാ അത് ശരിക്കും ഉള്ളതാണെന്ന് സ്ഥാപിക്കാനാണ് സിറാജുകാരൻ ലേഖനം എഴുതുന്നത്. എങ്കിൽ ചോദിക്കട്ടെ, വിനയത്തോടെ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പരിശോധിച്ചിട്ടേ ഞാൻ എടുക്കൂ, അതെനിക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞവന്റെ വിധി എന്ത്? ഖുർആൻ ഞാൻ അംഗീകരിക്കൂല, അതൊന്നുകൂടി പരിശോധിക്കണം എന്ന് പറയുന്നവന്റെ വിധി എന്താണ്? കാഫിർ എന്നല്ലേ? എങ്കിൽ അതേപോലെ തന്നെ ചോദിക്കട്ടെ, ഖുർആൻ പോലെ തന്നെയുള്ള സനദിന്റെ നിങ്ങളുടെ മുടിക്കെന്നല്ലേ? നിങ്ങളുടെ മുടി നിഷേധിച്ച അമ്പലക്കടവിന്റെ വിധി എന്ത്? ബഹാവുദ്ദീൻ കൂരിയാടിന്റെ വിധി എന്ത്? ഈ കെ സമസ്തക്കാരുടെ വിധി എന്ത്? മുജാഹിദുകളെ വെറുതെ വിട്. നിങ്ങളൊക്കെ ഒന്നാണെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? നിങ്ങളുടെ വിധിയൊന്ന് പരസ്പരം പറയോ? ഖുർആൻ പോലെയുള്ള സനദെന്ന് പറഞ്ഞാൽ പോരാ, അങ്ങനത്തെ സനദുള്ള മുടിയെ നിഷേധിച്ചവനും കാഫിറല്ലേ? തുറന്നു പറഞ്ഞോളണം, നിങ്ങൾ എഴുതിക്കോളണം. എന്നിട്ട് മതി ഈ സമൂഹത്തെ ചൂഷണം ചെയ്യൽ. ഇങ്ങനെ ഓരോന്നുമായി കൊണ്ട് നടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞങ്ങളാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും ഇസ്ലാമികമായ സ്നേഹമാവില്ല, അത് ചൂഷണം തന്നെ. ലോകത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച സാധനങ്ങളൊന്നും നിലവിലില്ല. അതിനെപ്പറ്റി പരിശോധിച്ച പണ്ഡിതന്മാര് പറയുന്നു, ഒന്നും തന്നെ കൃത്യമായി തെളിയിക്കപ്പെടാവുന്ന നിലക്ക് ലോകത്ത് ബാക്കിയില്ല. എന്നിട്ടിവർ കൊണ്ടു നടക്കുന്ന ഒരു കെട്ടുമുടിയാ, കുറച്ചൊന്നല്ലേ, ഒരു കെട്ടുമുടിയാ. ഹസ്രത്ത് ബാലിൽ കാശ്മീരിൽ ഈ മുടിയുടെ ഒരു പള്ളി, ഹസ്രത്ത് ബാൽ എന്ന പേരിൽ ഒരു പള്ളി. ആ പള്ളിയിൽ നിന്ന് മുടി നഷ്ടപ്പെട്ടപ്പോൾ അന്ന് ആ മുടി തിരിച്ചു കൊടുത്തു പോലും. എളുപ്പല്ലേ? മുടി നഷ്ടപ്പെട്ട ഇതന്നെ മുടി തന്നെ വേറൊന്ന് കൊടുത്തു, ആൾക്കാരൊക്കെ ശാന്തരായി. പിന്നെ ചിലർക്കന്ന് സംശയം തോന്നി പോലും, എന്ത് ഇത് നബിയുടെ മുടി തന്നെയാണോ?
പരിശോധിക്കാൻ 3 മാർഗങ്ങളാണത്രേ അന്ന് ചെയ്തത്. അവര് ചെയ്ത പണിയാ പറയുന്നത്, അവരുടെ വിശ്വാസമാ പറയുന്നത്, മുജാഹിദിന്റെ വിശ്വാസമല്ല പറയുന്നത്. അവര് 3 വഴിയിലൂടെയാണത്രേ പരിശോധിച്ചത്. ആദ്യം നോക്കിയത്രേ ഇത് കത്തുമോ, അപ്പൊ കത്തുന്നില്ല, അപ്പൊ നബിയുടെ മുടി കത്തൂല. അടുത്ത പരിശോധന തേൻ പുരട്ടി നോക്കി, ഈച്ച വന്നിരിക്കുമോ, ഈച്ച വന്നിരിക്കുന്നില്ല, നബിയുടെ മുടി തന്നെ. മൂന്നാമത്തെ പരിശോധന എന്തായിരുന്നു? മൂന്നാമത്തെ പരിശോധന സൂര്യപ്രകാശത്തിൽ പിടിച്ചു നോക്കി, നേലുണ്ടോ, നേലില്ല. ഇങ്ങനെ 3 പരിശോധനയെന്ന് ഔറംഗസീബിന്റെ കാലത്ത് അസറത്ത് ബാലിലെ മുടിയെപ്പറ്റി പരിശോധിച്ചു എന്ന് ചിലരൊക്കെ എഴുതി വിടുന്നുണ്ട്. മുജാഹിദുകൾക്ക് അങ്ങനെ അതിനെപ്പറ്റി അഭിപ്രായമല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ അഭിപ്രായമൊക്കെ അന്നുള്ളവർക്കുണ്ടായി എങ്കിൽ ഇന്നും ഇതിങ്ങനെ പരിശോധിക്കുന്നുണ്ടോ? ആലോചിച്ചു നോക്കണം. എന്നിട്ടൊരു കെട്ടുമുടിയാ, ഒരു കെട്ടുമുടി, അത് ഫോട്ടോക്കും കിട്ടുന്നില്ലേ? അതാ ഒരു കെട്ടുമുടിയുടെ ഫോട്ടോ കാണുന്നു. നിഴലില്ലാത്തതിന്റെ ഫോട്ടോ കിട്ടുമോ? നിഴലില്ലാത്തതിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെ മുടിയുടെ ഫോട്ടോ വന്നു? കഥയിൽ ചോദ്യമില്ല, കഥയിൽ ചോദ്യമില്ലല്ലോ. ഇങ്ങനെ നബി തങ്ങളുടെ മുടിയാന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ ഇപ്പുറത്ത്. അപ്പോൾ അതാ ആഗോളാടിസ്ഥാനത്തിൽ ഷിയാക്കൾ വേറെ, അള്ളാന്റെ റസൂലിന്റെ ചെരുപ്പാണിത് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടര്, നബി തങ്ങളുടെ ജുബ്ബക്കുപ്പായമാണെന്ന് പറഞ്ഞ് വേറൊരു കൂട്ടര്, അള്ളാന്റെ റസൂലിന്റെ തലപ്പാവാണെന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടര്, അള്ളാന്റെ റസൂലിന്റെ വാളാന്നും പറഞ്ഞിട്ട് വേറൊരു കൂട്ടര്. ഇങ്ങനെ എത്ര വ്യാജവാദികൾ നബി തങ്ങളുടെ പേരിൽ രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്നു. എല്ലാ ശർറുകാരിൽ നിന്നും ഈ സമുദായത്തെ റബ്ബ് കാക്കട്ടെ എന്നല്ലാതെ നിവൃത്തിയില്ല പറയാൻ. അതാ നബി തങ്ങളെ ഇകഴ്ത്താനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതെന്ന് പറയുന്ന ഒന്നും ലോകത്ത് ബാക്കിയില്ല. നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഞങ്ങൾ നബി തങ്ങളെ സ്നേഹിക്കുന്നു. പിന്നെ പറയാണ്, നിങ്ങൾക്ക് നബി തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിങ്ങൾ സ്വലാത്ത് ചൊല്ലാറുണ്ടോ? മുജാഹിദുകൾ സ്വലാത്തിനെതിരാണെന്ന് പറയും. അതാ നിങ്ങൾ കേട്ടില്ലേ, ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ലേ? ബാങ്ക് കേട്ടാ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നില്ലേ? ആരാ സ്വലാത്ത് ചൊല്ലാത്തത്? പക്ഷേ നിങ്ങൾ ചില സ്വലാത്തുകൾക്ക് പ്രത്യേക പോരിശ ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട്. ഒരു സ്വലാത്തിന്റെ പോരിശ കേട്ടോ, ഇവരൊരു സ്വലാത്ത് എഴുതി ഉണ്ടാക്കിയിട്ട് പറയുന്നു, ഈ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ച രാവിലും ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ മയ്യത്ത് ഖബറിൽ ഇറക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും. മനസ്സിലായോ? മനസ്സിലാകുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞ ഈ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ച രാവിലും ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ മയ്യത്ത് ഖബറിൽ ഇറക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. അയാളെ മയ്യത്ത് ഖബറിൽ ഇറക്കാൻ റസൂൽ വരുന്നു. നോക്കണം നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു തന്നുവോ? അവിടുന്ന് നമുക്കിത് പഠിപ്പിച്ചു തന്നുവോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത ഒരു പുണ്യം, ഒരു വണ്ണം, ഒരു സലാത്തിന് നിശ്ചയിക്കാൻ ആർക്കാണ് അധികാരം തന്നത്? മറിച്ച് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ എത്ര സലാത്തുകളും അധികരിപ്പിച്ചോളൂ, നമുക്ക് 1-ന് 10 പ്രതിഫലം കിട്ടും, സംശയം വേണ്ട. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം തേടുന്ന നാരിയ സലാത്ത് എന്ന് പറയുന്ന സലാത്ത് അത് ഇസ്ലാമിലുള്ള സലാത്തല്ല. അത് എതിർത്താൽ പറയും, കണ്ടോ ഇവര് സലാത്ത് വിരോധികളാണ്. മക്കാ പരിപാടിയില്ല, സലാത്തിനെ എതിർക്കണ പരിപാടിയില്ല. പിന്നെ പറയും, കണ്ടോ ഇവർക്ക് ഖബർ സിയാറത്തില്ല, ഇവര് ഖബറിങ്ങൽ പോകൂല, ഇവര് ഖബർ സിയാറത്തിനെതിരാണ്. നമ്മൾ എന്താണ് എതിർക്കുന്നത്? ഖബറിതാ ഒരു ചാണിലപ്പുറം പൊക്കുകയാണ്, അതാ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നു. ചിലയിടത്തൊക്കെ എത്രയാണ് ഉയരം, ചിലയിടത്തൊക്കെ എത്രയാണ് നീളം. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉയർത്തലാണ് പുണ്യമായി കണ്ടതെങ്കിൽ ചിലയിടത്ത് ഇങ്ങനെ നീണ്ടു പോകലാണ് ഏറ്റവും കറാമത്തായി കണ്ടത്. മന്നാ മക്കാമിലെ ജാറത്തിന്റെ നീളം എത്രയാണ്? എത്രയാണ് തളിപ്പറമ്പുകാരെ? എത്രയാണ് അതിന്റെ നീളം? ഒരു കഴുങ്ങിനേക്കാൾ നീളമുള്ള ഒരു ഖബറ്. എത്ര ഇവിടുന്ന് അങ്ങോട്ട് നീണ്ട് എത്ര നീണ്ട് ഇങ്ങനെ പോവുകയാണോ? ആരാണതിലുള്ളത്?
അത് മനുഷ്യൻ തന്നെയാണോ? ആരാണ്? ഊരും പേരറിയാത്ത ആൾ ആരാണ്? എന്തേ ഈ ഖബറിന് ഇത്ര വലുപ്പമെന്ന് ചോദിക്കുമ്പോ ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നു, അതിങ്ങനെ ഖബർ വിശാലമാക്കണേ അല്ലാ എന്ന് നമ്മൾ തേടുമ്പോ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. സൂക്ഷിച്ചോളണം, അപ്പുറത്തെ ആളുടെ പറമ്പിലെത്തുന്നത് സൂക്ഷിച്ചോളണം. നീണ്ടു ഇങ്ങനെ പോവുക. എന്തപ്പരും അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നീന്തണല്ലോ. ഇവർക്ക് ഇങ്ങനെ നീന്താനേ ഖബർ വിശാലാക്കി കൊടുക്കുക, ഖബർ ഇങ്ങനെ വിശാലാക്കി കൊടുക്കുക. ഉമ്മാന്റെയും ഉപ്പാന്റെയും ഖബറിങ്ങ ചെല്ലുമ്പോഴും അല്ലാഹുവേ ഖബർ വിശാലമാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് എന്തേ ഉമ്മന്റെ ഖബർ നീളാത്തത്, ഉപ്പന്റെ ഖബർ നീളാത്തത്? കഥയിൽ ചോദ്യമില്ലല്ലോ. നോക്കണം, പണ്ട് കാസർഗോഡ് ഉണ്ടായിരുന്നു ചെർക്കളയിലൊരു ഖബർ തോട്ടം. ഉള്ള തെങ്ങും കഴുങ്ങും മാവൊക്കെ വെട്ടിയിട്ട് ഖബർ നടുമായിരുന്നു ഒരു ചങ്ങാതി ഖബർ നടുക. എത്രയായിരുന്നു നീളം? കുറേ നീളം. എവിടുന്ന് വന്നതായിരുന്നു? ഉഹദിന്നൊക്കെ പുറപ്പെട്ട തങ്ങന്മാരും ഔലിയാക്കന്മാരും ബീവിമാരും ഒക്കെ ആയിരുന്നു. അങ്ങനെ കുറെ എണ്ണ എത്തി, കുറെ എണ്ണ എത്താനിരിക്കുന്നു, കുറെ ആള് ചെക്ക് പോസ്റ്റ് കുടുങ്ങിക്കിടക്കുക. ആ നിലക്ക് എത്ര ഖബറുകളായിരുന്നു ഖബർ തോട്ടത്തിൽ. ഇപ്പൊ ഒരെണ്ണം കാണാനില്ല. എവിടെ പോയി ചെർക്കളയിലെ ഖബർ തോട്ടം പൂട്ടിപ്പോയില്ലേ? മുജാഹിദുകൾ നന്നായിട്ടങ്ങ് എതിർത്തു. ജനങ്ങൾ മനസ്സിലാക്കി ഇത് തട്ടിപ്പാണെന്ന്. കണ്ടോ, അത് എതിർക്കാൻ മുജാഹിദുകളെ ഉണ്ടായുള്ളൂ. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർ ഇങ്ങനെ ജാറങ്ങൾ പൊക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? ഒരു മുസ്ലിമിന്റെ ഖബർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ പോലും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ പോലും, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ പോലും അതാ 3 ഖബറും ഒരേ സ്ഥലത്തല്ലേ ഉള്ളത്. ഒരു ചാണിലപ്പുറം ഉയർത്തിയതായി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് കണ്ടവര് റിപ്പോർട്ട് ചെയ്തത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ? ചരിത്രത്തിന്റെ കിതാബുകളിലില്ലേ? ഇല്ലേ? എന്നിട്ട് ഇവിടെ അങ്ങനെ കെട്ടിപ്പൊക്കുക, പെയിന്റ് അടിക്കുക, കുമ്മായടിക്കുക, മൂടുക, വിളക്ക് കത്തിക്കുക, അത് തൊട്ടുമുത്തുക, അവിടെയുള്ള എണ്ണ കുടിക്കുക, അവിടെ വിളക്ക് കത്തിക്കുക. പെണ്ണുങ്ങൾ വ്യാഴാഴ്ചയൊക്കെ പോയിട്ട് ഇങ്ങനെ ദിക്റ് സലാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാറത്തിൽ പോവുക. പെണ്ണ് പള്ളിയിൽ പോയി കൂടാ. ഇസ്ലാമിന്റെ വേഷം ധരിച്ചൊരു പെണ്ണ് നിസ്കരിക്കാൻ പോയാൽ ഹറാം, ജുമുഅക്ക് പോയാൽ ഹറാം. മന്നാ മഖാമിൽ വ്യാഴാഴ്ച വന്ന് ഇത്തികാഫിരുന്നാലും ഹലാൽ. സുന്നത്ത്, പുണ്യകർമ്മം, ഇതൊന്നൊരു ഇസ്ലാമാണ് മുസ്ലിമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ ഇത്? അവിടുത്തെ പള്ളിയിൽ പെണ്ണുങ്ങൾ വന്നില്ലേ? മക്കയിലെ പള്ളിയിൽ വരുന്നില്ലേ? മദീനത്തെ പള്ളിയിൽ വരുന്നില്ലേ? ബൈത്തുൽ മുഖദ്ദസിൽ വരുന്നില്ലേ? ലോകത്ത് എല്ലാ പള്ളികളിലും പെണ്ണുങ്ങൾ വരുന്നില്ലേ? അവർക്കത് ഹറാമാണെന്ന് പറയാൻ ആർക്കാ അവകാശം? അല്ലാഹുവിന്റെ റസൂല് പെണ്ണേ നീ പള്ളിയിലേക്ക് പോകൽ ഹറാമാണെന്ന് എവിടെയാ പറഞ്ഞത്? പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ മുജാഹിദുകൾ പറയുമ്പോ ആളുകൾ കേട്ടുപോകൂലേ? അതുകൊണ്ട് കേട്ടുപോകരുത്, പോയി കൊടുക്കരുത്, സഹായിക്കരുത്. നിങ്ങൾ എത്ര പറഞ്ഞിട്ടെന്താ? ജനങ്ങൾ അതാ അവര് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിയായ അർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചോളണം. ഇസ്ലാം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂലിലൂടെ നമുക്ക് കിട്ടിയ ദീനില്ലേ? ആ ദീൻ അതനുസരിച്ച് തന്നെ ജീവിച്ചോളണം.